പുനരുപയോഗിക്കാൻ കഴിയാത്ത മാലിന്യങ്ങൾ സംസ്കരിച്ച് ഇന്ധനമാക്കാൻ കഴിയുന്ന RDF പ്ലാന്റുകൾ സ്ഥാപിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ. പരീക്ഷണാടിസ്ഥാനത്തിലാണ് തലസ്ഥാനത്ത് യന്ത്രങ്ങൾ സ്ഥാപിച്ചത്. തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ് യന്ത്രങ്ങളുടെ ട്രയൽ റൺ നടത്തി. സംസ്ഥാനത്ത് ആദ്യമായാണ് മാലിന്യത്തിൽ നിന്ന് ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതികവിദ്യ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഉപയോഗിക്കുന്നത്. പുതുതായി സ്ഥാപിക്കുന്ന പ്ലാന്റിൽ പ്രതിദിനം 1 ടൺ മാലിന്യം ഇന്ധനമാക്കി മാറ്റാനാകും. സ്മാർട്ട് സിറ്റി മിഷന്റെ നേതൃത്വത്തിൽ 1,80,00,000 രൂപ ചിലവിട്ടാണ് നഗരത്തിൽ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. സംസ്ഥാനത്തെ മറ്റു പ്രധാന നഗരങ്ങളിലും മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്ന് യന്ത്രത്തിന്റെ ട്രയൽ റണ്ണിനെത്തിയ മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഇത് ഒരു ട്രയൽ റണ്ണാണ്. ഇത് വിജയകരമായിട്ട് കണ്ടാൽ നമുക്ക് കുറച്ചുകൂടി വ്യാപകമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ സാങ്കേതികവിദ്യ മാലിന്യത്തെ RDF ആക്കിയിട്ട് മാറ്റുകയാണ്. RDF എന്ന് പറഞ്ഞാൽ ഇന്ധനമാണ്. തിരുവനന്തപുരം കോർപ്പറേഷന് 2 എണ്ണം, അതുപോലെ കൊച്ചി കോർപ്പറേഷനും, അങ്ങനെ 4 എണ്ണം കേരളത്തിൽ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കെട്ടിടാവശിഷ്ടങ്ങളും അതുപോലെ ഹെവി മെറ്റൽസും ഒഴികെ ബാക്കിയെല്ലാം ഇതിൽ ഒരുമിച്ച് തന്നെ സംസ്കരിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 1 ടൺ 8 മണിക്കൂർ കൊണ്ട് സംസ്കരിക്കാനുള്ള ശേഷിയുണ്ട്. ഇത് നമുക്ക് വലിയ മാറ്റം മാലിന്യ സംസ്കരണത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ്. വേർതിരിക്കാനും പുനരുപയോഗിക്കാനും കഴിയാത്ത മാലിന്യങ്ങളെ സംസ്കരിക്കാനാകുമെന്നതാണ് പ്ലാന്റിന്റെ പ്രത്യേകത. പുകയോ മറ്റവശിഷ്ടങ്ങളോ പുറന്തള്ളുന്നില്ല എന്നതും യന്ത്രത്തിന്റെ മികവാണ്. സിമന്റ് ഫാക്ടറികളിൽ കൽക്കരിക്കൊപ്പം ഉപയോഗിക്കാവുന്ന ഇന്ധനമാണ് പ്ലാന്റിൽ മാലിന്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.